CPIM BJP ഡീൽ എന്നത് ആരോപണമല്ല വസ്തുതയെന്ന് അടൂർ പ്രകാശ് MP. ഡീലിന് പിന്നിലെ വസ്തുത എന്തെന്ന് ഫലം വരുമ്പോൾ ബോധ്യമാകും. സ്വർണ്ണക്കൊള്ള ഉന്നയിക്കുന്നതിൽ നിന്ന് UDF പിന്നോട്ടില്ലെന്നും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ AICC ആണ് തീരുമാനിക്കുകയെന്നും അടൂർ പ്രകാശ് 24നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ UDFന്റെ കൺവീനർ അടൂർ പ്രകാശാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ പ്രധാനമായും പൊതുമണ്ഡലത്തിലുള്ളൊരു UDF ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അത് CPM BJP ഡീലാണ്. അപ്പോൾ ഈ ഡീല് എന്നുള്ളൊരു ആരോപണം കേവലമായി ഉന്നയിക്കുകയാണോ, അതിനപ്പുറത്തേക്ക് ഇത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണ് UDFന്റെ കയ്യിലുള്ളത്? സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് UDF CPMഉം BJPയും തമ്മിലുള്ള ഡീലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ഡീല് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തിൻ്റെ അർത്ഥത്തിൽ നിങ്ങൾ ഡീലെന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. അത് അങ്ങനെ വരാനുള്ള ഒരു വിഷയം ഓരോ സ്ഥലത്തും വളരെ പ്രധാനപ്പെട്ട അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പല നിയോജകമണ്ഡലമുണ്ട്. ആ നിയോജകമണ്ഡലത്തിൽ CPM ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആരെയെങ്കിലും ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവിടെ ഇടുക. ശിവൻകുട്ടിയൊക്കെ ദുർബലനായ ക്യാൻഡിഡേറ്റ് എന്നാണോ പറയുന്നത്? അല്ല, ഞാൻ ശിവൻകുട്ടിയെ അത്ര മോശക്കാരനാക്കുന്നില്ല. എങ്കിലും നമുക്ക് കാണാം, തെരഞ്ഞെടുപ്പ് കഴിയുന്നുണ്ടെങ്കിൽ കാണാം. ഈ UDF നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ കൊടിമര പ്രതിഷ്ഠ കേസ് വിജിലൻസും ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ വിഷയങ്ങൾ UDF ഉയർത്തുന്നില്ലല്ലോ, എന്താണ് കാരണം? ഇപ്പോൾ ഈ CPM കോൺഗ്രസ് ഡീലിൽ മാത്രമാണോ കേന്ദ്രീകരിക്കുന്നത്? അല്ല, ഞങ്ങൾ ഈ ഡീല് പറയുന്നതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. അത് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. ആ കൊള്ളകളെ സംബന്ധിച്ചിടത്തോളം കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി LDF അത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അകത്ത് കടന്നിരുന്ന പല വമ്പന്മാരും പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ആരും ഇല്ലല്ലോ. ഈ 24 നൽകിയ ഒരു പ്രതികരണത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിന് ധാർമ്മികമായിട്ട് മന്ത്രി എന്ന നിലയിൽ അക്കാലത്ത് സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്നില്ല, അതായത് ഉത്തരവാദിത്വമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ പുതിയ കടകംപള്ളിയുടെ പ്രതികരണത്തെ കോൺഗ്രസ് UDFും കാണുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനെതിരെ ഞാൻ തൽക്കാലം ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ അതുകൂടി പറയണം. അത് പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കും. അവസാനമായിട്ട് ഈ UDFന്റെ ഇതുവരെ പ്രചരണം രണ്ടാം ഘട്ടത്തിൽ കിടക്കുമ്പോൾ എന്താണ് സാധ്യതകൾ, എന്താണ് അങ്ങേക്ക് കിട്ടുന്നൊരു വിലയിരുത്തൽ? കേരളത്തിലെ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് UDF 100 സീറ്റിൽ കുറയാതുള്ള സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പോട്ട് വരും. ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. UDF തീർച്ചയായും അധികാരത്തിൽ വരുമെന്നാണ് കൺവീനർ അടൂർ പ്രകാശ് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.